അടുത്ത 24 മണിക്കൂർ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്താ ഫുഡ് കഴിക്കുന്നത്. അവർ ഏറ്റവും ആദ്യം പറഞ്ഞ എംഗ്രിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ പോയിട്ട് അവിടുത്തെ സാൽമൺ കഴിക്കാനാണ്. വില നോക്കിയപ്പോഴാണ് മനസ്സിലായ 950 രൂപ ഈ ഒരു പ്ലേറ്റിന് മാത്രം. നല്ല ഹോട്ട് ആൻഡ് ക്രീമി ടെക്സ്ചർ ആയിരുന്നു. സാൽമണും എല്ലാം കൂടി സത്യം പറയുകയാണ് എനിക്ക് ഫുഡ് നല്ല ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് ഞാൻ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി. ഏകദേശം 5-8 സ്പൂൺ കഴിച്ചപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം തീർന്നു. അടുത്ത ഐറ്റം എനിക്ക് കിട്ടിയത് സൈറ്റൂൺ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ പോയി അവിടുത്തെ ഏറ്റവും വില കൂടിയ ഫുഡ് കഴിക്കാൻ വേണ്ടിയായിരുന്നു. അവിടുത്തെ ഏറ്റവും വില കൂടിയ ഫുഡ് എന്ന് പറയുന്ന ഒരു റെഡ് സ്നാപ്പർ ഫിഷ്. അത് വെയിറ്റിനനുസരിച്ചാണ് വില. അപ്പൊ ഇത് കഴിച്ച കഴിയുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രൈസ്. ഫിഷ് നല്ല സോഫ്റ്റ് ആണ്, വായിക്കാത്തൊക്കെ അലിഞ്ഞു പോകുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ബാർബക്യൂ ആണ് ഇതിന്റെ ഫ്ലേവർ. ബാർബക്യൂ ചിക്കന്റെ സെയിം ഫ്ലേവർ തന്നെ. അതുകൊണ്ട് അത് മാത്രം എനിക്ക് ഒട്ടും പിടിച്ചില്ല. ഫിഷ് നല്ല വിലയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചത് അവർ പറയുന്നത് കേട്ടത്. പക്ഷെ 1300 രൂപ ആയുള്ളൂ. ഇതിന് വലിയ വെയിറ്റ് ഇല്ലായിരുന്നു. മൂന്നാമത്തെ ഐറ്റം എനിക്ക് കിട്ടിയത് പിന്നെ ഒരു സാൽമൺ ആയിരുന്നു വേറൊരു പ്രീമിയം റെസ്റ്റോറന്റിൽ. അതാണെങ്കിൽ വെയിറ്റർ 3 പേരിലൊക്കെ പൊക്കൊണ്ടുവന്ന് എന്റെ ടേബിളിൽ പ്ലേസ് ചെയ്യുമായിരുന്നു. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല വിലയായിരിക്കുന്നു. ഒടുക്കത്തെ വലിയൊരു സാൽമന്റെ പീസ് അതിന്റെ പൊക്കത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതിന്റെ ചുറ്റും പുളിയുടെ ഒരു ഗ്രേവി ആയിരുന്നു. നല്ല മധുരമൊക്കെ ഉണ്ട്. പക്ഷേ വെറൈറ്റി ടേസ്റ്റ് സത്യം പറയുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ സാൽമന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. എന്റെ ലൈഫിൽ മൂന്നാമത്തെ സാൽമൺ ആണ്. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഏകദേശം 1950 രൂപ ആയിട്ടുണ്ട്. ഇതുവരെയുള്ള ഏറ്റവും കൂടിയ ഡിഷാണ്. എന്റെ പോക്കറ്റ് ഫുള്ളും കീറുമെന്ന് തോന്നുന്നത് ഫുൾ വീഡിയോ ചാനലിനകത്തുണ്ട്.